ഇപ്പം നിങ്ങൾ പറിച്ചിട്ട് കേടന്നല്ലോ. റിവേഴ്സ് ചട്ടി കിടക്കപ്പാ. നിങ്ങളങ്ങോട്ട് പോകണമാ? ഇതിന്മേണ്ട് മാങ്ങ. ഇവിടെ പശുക്കൾ. And there we have ഇമ്മേ ഉറുമ്പും കുട്ടികളൊക്കെ ഉണ്ടോ? ഉറുമ്പും കോളനി. പിന്നെ ഭയങ്കര ഉറുമ്പ കാടിട്ട് ചക്ക കൂട്ടാന് കൊടുക്കാൻ. മറ്റേ സോക്സ് എവിടെ ഇട്ടോ? വാഷിംഗ് മെഷീനിലാ? അതിൻ്റെ ആ വാഷിംഗ് മെഷീനിൽ ഇട്ടാലോ അതിൻ്റെ ചളി പോകൂല, പുറത്തേക്ക് എടുത്തേട്ടോ. ഞാൻ ഇവിടെ ഉരച്ച് കേൾക്കോളാം. അത് സോപ്പ് പൊടിയിലിട്ട് ഇങ്ങോട്ട് തരും, ഞാൻ കേത്തരാം. ചുമയാണ് ഞങ്ങൾക്കൊക്കെ, പക്ഷെ അതൊന്നൊരു വിഷയമല്ല. കൊക്ക മീൻസ് കത്തിയോ? ഞങ്ങളെ വണ്ടി വണ്ടി അലക്കിട്ടത്. കത്തി മതിയോ? കൊക്കൊക്കെ കത്തി കൊണ്ടിരുന്നോ? പത്രം കരിഞ്ഞ വെയിൽ ഈസ് ദേർ. ചക്ക അടുത്ത വരവിനേലും ഈ ചക്ക എന്നാൻ പറ്റിയാൽ മതി. അവിടെ അമ്മച്ചി അത് ഗ്രില്ല് ലോക്കായി. ആ വണ്ടി ഇങ്ങോട്ട് നിർത്തിക്കൂടെ നിങ്ങൾക്ക്? അതിൻ്റെ മോൾ ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഞാനുണ്ട്. ഇത് കാക്കാന്റെ കുറ്റിപ്പരിയ. ഈ ചട്ടിയിലാണ്, ചട്ടിയിലല്ലോ ഈ പാത്രത്തിലാണ് നമ്മൾ എന്തിടണത്. മാങ്ങ ഇതുവരെ കിട്ടിയിട്ടില്ല, ട്രൈയിങ് ആണ്. ചാട് ഒന്ന് ചാടി. This is my എൻ്റെ കൈ കുഞ്ഞിതാണ്, അപ്പോൾ 2 മാങ്ങയൊക്കെ ഒറ്റയെടുത്ത് കുടിക്കാൻ പറ്റുള്ളൂ. സോറി, 3 ടേക്ക്. കുഞ്ഞിനമ്പിളി. അവിടെ 2 മാങ്ങയും കൂടെ ഉണ്ട് ഗൈസ്. നമുക്ക് ഇവിടെ താവുന്നു. മാങ്ങകൾ. We had lot of mangas and things.
അപ്പം മാങ്ങയൊക്കെ പറിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. മാങ്ങയൊക്കെ ഇവിടെ തന്നെ വെച്ച് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടേക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. നമ്മൾ പെരുന്നാളായിട്ട് എല്ലാം റെഡി ആക്കണം. ഇവിടെ നമ്മൾ ക്ലീൻ ചെയ്യണമാണ് എന്നാലും. അപ്പം നേരത്തെ കാലത്ത് പത്തിരിയൊക്കെ പെരത്തി ഒക്കെ റെഡിയാക്കി വെക്കുകയാണ്. നേരത്തെ ഇത് പത്തിരി പെരത്തി കഴിഞ്ഞിട്ട് വേണം എനിക്ക് മാങ്ങ ഇത് കഷ്ണം വെട്ടാൻ എല്ലാവരും പാടെ കൂടും കേട്ടോ. ഇത് പിന്നെ അച്ചാറിടാനുണ്ട്. അപ്പം ആ ഒരു പണിക്കൊക്കെ ഇങ്ങനെ നിൽക്കണം. അപ്പം ഞാൻ അച്ചാറിനൊക്കെ ഞാൻ കാണിക്കണ്ട് കേട്ടോ. നമ്മളെ വീഡിയോയിൽ കാണിക്കാൻ പറ്റുകയാണെങ്കിൽ കാണിക്കണ്ട്. അപ്പം നമ്മളെന്താ അറിയോ, നോമ്പ് തുറക്കാൽ അതൊക്കെ നമ്മൾ ഫസ്റ്റ് ആക്കി വെക്കുക. ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ തൈര് ഒഴിച്ചാൽ ചിക്കൻ നല്ല സോഫ്റ്റ് ആവും. അപ്പം ഞാനേ ചിക്കന് നല്ലോണം മാഗ്നേറ്റ് ചെയ്യട്ടെ കേട്ടോ. മാഗ്നേറ്റ് അല്ല, മാരിനേറ്റ്. മാരിനേറ്റ് ഒക്കെ ചെയ്യട്ടെ. ഇപ്പോണ്ട് കാൽമ ചോട്ടുണ്ട്. അപ്പം ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാൻ മാരിനേറ്റ് ചെയ്യാൻ ഹൈലൈറ്റ് ആയിട്ട് പറഞ്ഞത് അറിയണ്ട. ഇത് കുറച്ച് റെസ്റ്റ് ചെയ്യണം. അപ്പം ഞാൻ കുറച്ച് നേരം ഇത് റെസ്റ്റും ചെയ്യട്ടെ. തൊള്ളിയിലൊക്കെ അതും ഇതൊക്കെയാണ് വരുന്നത്. ഇപ്പോൾ നോൻപും കെട്ടി പോണ പോക്കാണ്. മാങ്ങ ഉണ്ടാക്കാൻ നിങ്ങൾ ഞാനിത് കഴുകിയൊക്കെ റെഡിയാക്കി വെച്ചതാട്ടോ. അച്ചാറിടാൻ വേണ്ടിയിട്ട് നുറുക്കണം. ഇനി നുറുക്കിങ്ങാണ്ട് വേണം അച്ചാറുണ്ടാക്കാൻ. കാരണം അതിൻ്റെ ഇടയിൽ കൂടെ കണ്ടോ ഒരാള് പഴുത്തു ഇടക്ക് ചിക്കു ആർക്കും മാണ്ടൊട്ടിയാളെ ആർക്കും മാണ്ടൊത്തിയാളെ. ഇതോ ഇതേമാതിരി എന്താ അറിയോ, സ്പെഷ്യലായി ഒരു മുട്ട ഉണ്ടായിരുന്നു. ആ മുട്ടയുടെ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടിയത്. അപ്പൊ ഞാൻ എന്താ അറിയാ, സ്പെഷ്യലായിട്ട് ഇതാക്കണം. ഈ ഒരു നോമ്പുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇതാക്കണ്ടല്ലോ ചേച്ചി കണ്ട് ഞാൻ അയക്കാണ്ട് ഇട്ടതാണ്. അത് അയക്ക് ഇട്ടോ. മൂക്കടിച്ചിട്ട് ആരാ ഞാൻ പറയണേ. അപ്പൊ പെരുന്നാൾ തലേന്നാട്ടോ അത് മൈലാഞ്ചി ഇടുകയാണ്. ആരാ മൈലാഞ്ചി ഇട്ട് കൊടുക്കണത് അറിയോ? അതാക്ക് അനിയത്തി ഇട്ട് കൊടുക്കുകയാണ്. ഇതാക്കണേ ആർക്കാണെങ്കിലും വിളിക്കാട്ടോ അല്ലേ? മൈലാഞ്ചിക്ക് എന്താ പറയണ്ടേ? മൈലാഞ്ചി ആർട്ടിസ്റ്റാണ്, ന്യൂ മെഹന്തി ആർട്ടിസ്റ്റ് ഉണ്ടാവും. ആർക്കും വിളിക്കാം. ഒരു കയ്യിന് 500 റുപ്യ അങ്ങനെയാണ്. ആയിക്കോട്ടെ, 2 സൈഡ് ഇട്ടെടുക്കുവോ? പിന്നെ 500 റുപ്യ താത്തരും പറഞ്ഞോണ്ടാണേ. നേന്ത്രപ്പഴ അതന്നെ ഞാൻ നേന്ത്രപ്പഴം നല്ല സുഖം. അവിടെ നിന്നിട്ട് ഉറക്കം ഇങ്ങനെ മുടി കെട്ടണത് എ സി കുത്തിരിട്ടേ. പള്ളിക്കലും അതേമാതിരി അല്ലേ? പള്ളിക്കലും അങ്ങനെ തന്നെ. ജാതക്കില്ല ആള്. അതങ്ങനെ എടാ ഞാൻ പത്തിരി എന്താ ചെല്ലി കഴിച്ചത് നിങ്ങൾ പക്കണി എന്തായാലും 12 ആകുമ്പോഴേ നിങ്ങൾക്ക് പോകാം. മൈലാഞ്ചി അണിച്ചെടുക്കും. മൈലാഞ്ചി ഒക്കെ നിങ്ങള് ലേശാജ് ഇട്ടെന്ന മൈലാഞ്ചിയാണ് ഗൈസ്. നാളെ ഇതിന്റെ ഫൈനൽ ഔട്ട്പുട്ട് കാണിച്ചുതരാം. ഇനി ഇത് പഴം രാവിലെ വാങ്ങിയ ചെയ്യുന്ന അത്ര വണ്ടിയില്ല ഷെപ്പെടുക്കണം മറന്നതാണല്ലേ. ഇത് പുഴുങ്ങണോ? അരിഞ്ഞു വെച്ച മാങ്ങ ഞങ്ങനെ മൈലാഞ്ചി കാണിച്ചു തരാൻ കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും. ഞങ്ങൾ റിയ എത്രയും വലുതായെന്ന് ഞാൻ ഇന്ന് അറിയുന്നത് അല്ലേ? എനിക്ക് പക്ഷേ ഇത് ഇഷ്ടമായിരുന്നു. ഒരാത്തന പണിയാണ് ബീഫാണ്. നമ്മള് മൈലാഞ്ചി ഇട്ടോണ്ട് അറിഞ്ഞില്ല. ഞങ്ങളൊന്നും അടുക്കളയ്ക്ക് 4 മണിക്ക് മൈലാഞ്ചി ഇടാൻ തുടങ്ങിയതാണ്. പാറണിയായി. ഇനിയിപ്പോ ഇതും കൂടി ഇത്രയും കൂടി ഉണ്ട്. അതും കൂടി അരിയണം. നാരങ്ങളെ കലക്കി കാണി. ഇച്ച് മനസ്സിലായി ഇതാത്ത വേഗം മൈലാഞ്ചിന്റെ കാരണം. ഞാൻ മണ്ണെന്തേലും പോയി ഓ ഒഴിവാക്ക്. അപ്പൊ നാക്കിന് മറക്കണം.
അപ്പോൾ ഇനി നമുക്ക് വറവ് നമ്മളെ ബീഫൊക്കെയാണ് ഇടത് തേങ്ങ അരക്കാതെ വെച്ചതാട്ടോ. ബീഫുക്കോ തേങ്ങ അരച്ച് വെച്ച ഫ്രിഡ്ജിലുണ്ടാ കുറച്ച് ഞാൻ അരച്ചതിക്ക് പാരാ. ഇത് നോക്കും ഇങ്ങനെയാണ് നല്ല തേങ്ങ അരച്ച് വയ്ക്കാനുണ്ട്. അതൊക്കെ ആണോ വേണോ കുറച്ച് വേണോ കുറച്ചിട്ടാക്കി കുറച്ച് തേങ്ങ അരച്ചതാണ്. അതാണ് ഇന്നലെ എനിക്ക് ഓക്ക് തേങ്ങ അരച്ച് വേണം. വലിയോക്ക് തേങ്ങ അരച്ചത് വേണം. ചെറുതിന് അതെയോ തേങ്ങ അരച്ച അപ്പൊ ഒരു മതിയോ? അപ്പൊ എന്നാല് അപ്പൊ അതായി കണ്ടിട്ടോട് തേങ്ങ അരച്ചതായില്ലേ. പിന്നെ ഓക്ക് വലിയ മോക്ക് തേങ്ങ അരച്ച കറിയാ ഇഷ്ടം. കുറച്ചും കൂടി കറി വെച്ചു. ചെറുതിന് തേങ്ങ അരച്ചത് പറ്റൂല. എന്തോ ടേസ്റ്റാണ്. അപ്പൊ ഞങ്ങൾ നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞിട്ടോ. അപ്പൊ ഇനി നോമ്പ് തുറന്ന് കഴിഞ്ഞാണ്ട് പിന്നെ നമ്മള് ഫുഡ് കഴിക്കൂലേ. താത്ത കൈമ കഴിച്ചു കഴിച്ചൂടെ ബെഡ് കൊണ്ട്. അപ്പൊ എന്താ ഫുഡ് കഴിക്കാതിരിക്കുക. അപ്പൊ ഈ ബിരിയാണി ഇതാട്ടോ. ബിരിയാണി ഞാൻ കുറച്ച് ബാലൻസ് ഇല്ല ഒന്ന് ചൂടാക്കിയതാണ് ഞാൻ. പിന്നെ പത്തിരി വെള്ളം നാരങ്ങ വെള്ളം കേട്ടോ. പത്തിരി പിന്നെ ഉണ്ടാക്കുന്ന എൻ്റെ കറി ഇതാ. ഇത് തേങ്ങ അരച്ച കറിയാണ്. റിനൂന് ഓക്ക് തേങ്ങ അരച്ചത് മറ്റോക്ക് തേങ്ങ അരച്ചത് വേണ്ട. അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. വീഡിയോ കണ്ട കാര്യം സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൊച്ചു പൽവട്ടുണ്ടല്ലോ അടിച്ചമർത്തി പോവാട്ടോ. ബാ താത്ത ആറ് വിളിച്ച് പോണണ്ടേ. ആര് ഞാൻ ഇവിടെ ഉണ്ടാവില്ല. ഞാൻ നാളെ രാവിലെ പള്ളിക്ക് പോവാനേ